ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാലൻ. അപ്പൊ നമ്മൾ ഇന്ന് ഓണം പ്രമാണിച്ച് കുറച്ച് കുഞ്ഞു ഷോപ്പിങ്ങിന് പോവാണ്. സപ്ലൈകോയ്ക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഇപ്പൊ തന്നെ 4:30 കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചുവിട്ടു രാത്രിത്തെ. എന്നിട്ടാണ് പോകുന്നത്. ചോറ്, ചീരുപ്പേരി, സാമ്പാർ, പിന്നെ രാവിലത്തെ ചമ്മന്തി ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കഴിച്ചത്. അപ്പൊ നമ്മൾ 2 സഞ്ചിയും ലിസ്റ്റും കാശൊക്കെ ആയിട്ട് ഉണ്ണിയേ കാശെടുത്തു. ലിസ്റ്റ് എടുത്താ? റേഷൻ കാർഡ് എടുത്താ? എനിക്ക് ലിസ്റ്റ് അപ്പൊ കാശ് നീ കൈ പിടിച്ചില്ലേ? ഒപ്പം തന്നെ ഈ സാധനങ്ങൾ വെച്ചില്ലേ? എടുക്കണ്ടേ? അപ്പൊ ഞങ്ങളുടെ കോൾഡ് വാർ കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ആ കാശ് ഇങ്ങട് തന്നെ, കാശിയിൽ വെക്കാം. അപ്പൊ ശരി. അപ്പൊ എന്തായാലും പോകുന്ന വഴി കാണാം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുകൂടി തല പൊളിച്ച് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മെയിൻ റോഡ് എത്താറായപ്പോഴേക്കും ചെറുതായി ഒന്ന് മഴ തൂളിയിട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് നടന്നു. അപ്പോൾ മഴ തൂളുണ്ടപ്പോൾ ഉണ്ണി ഞങ്ങൾ കുട എടുക്കാനായിട്ട് ഞാനും ഉണ്ണിയും വീട്ടിലേക്ക് തിരിച്ച് വന്നേക്കാണ് സഞ്ജിക്ക് ആയിട്ട്. എനിക്ക് പിന്നെ എൻ്റെ കുട കേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി കുട എടുത്ത് വരും. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ 2 എടുത്തോടി. അപ്പോൾ നമ്മൾ കുടയൊക്കെ എടുത്തു. ഇനി തിരിച്ച് നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട്. അയ്യോ ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾക്ക് വെയിറ്റ് പൊക്കാൻ പറ്റാണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചു. അങ്ങനെ ഫുള്ള് ഇതായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിയതെന്ന്. അതിന് മുമ്പ് ഞാൻ ഡ്രസ്സ് മാറ്റാകെ വയ്യാണ്ടായി. വരി നിന്ന് 1.25 മണിക്കൂറായിരുന്നു ക്യൂ. പിന്നെ അവിടെ നിറച്ച് മുളകിൻ്റെ മണം. അവിടെ അവിടുത്തെ സ്റ്റാഫൊക്കെ തുമ്മിക്കൊണ്ടേ ഇരിക്കുകയാണ്, ചുമച്ചോണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും വാങ്ങാൻ വന്ന എല്ലാവരും പിന്നെ ഓട്ടോറിക്ഷയില കേട്ടോ വന്നത്. അങ്ങനെ അപ്പൊ എന്തൊക്കെ വാങ്ങിന്ന് കാണിച്ചാൽ അതിന് മുമ്പ് ഞാൻ ഡ്രസ്സ് മാറാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിൽ വയ്യാണ്ടായി. അപ്പൊ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തു കേട്ടോ. ഓളിട്ട് പറയുന്നത് എന്താ കാരണം വെച്ചാ പുറത്ത് നല്ല മഴയാണ്. ഞങ്ങള് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കണ്ടോ. ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കാണ്. ഞങ്ങള് ജസ്റ്റ് മിസ്സാണ്. ഓട്ടോറിക്ഷ വിളിക്കാണ്ട് അല്ല ഉണ്ണി നിങ്ങള് നടന്നു വന്നെങ്കി മഴയത്ത് പെട്ടേന്. അങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും എന്തൊക്കെ വാങ്ങി നോക്കാട്ടോ. ഇത്രയും നീണ്ട ബില്ലാണ് നമുക്ക് കിട്ടിക്കുന്നത്. ഉമ്മി എന്തായാലും ഇത് 1 മീറ്റർ നീളം വരും. എത്തല്ലേ അല്ലെ? 1 മീറ്റർ നീളം വരും. അതിനനുസരിച്ച് നമുക്ക് ചെലവ് ആയിണ്ട്. സപ്ലൈകോ അപ്പം നമ്മുടെ CID മൂസയിലില്ലേ ഒരു സിനിമയില് ഇങ്ങനെ ഒരു ഭാഗം, അതെനിക്ക് ഓർമ്മ വന്നു. അപ്പൊ എന്തൊക്കെ വാങ്ങിന്ന് കാണിച്ചാൽ ഞാൻ ഡ്രസ്സൊക്കെ മാറിട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് ഇതായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പൊ നമുക്ക് എന്തൊക്കെ വാങ്ങി നോക്കാം. പിന്നെ ഞാൻ അവിടുത്തെ കാണിച്ചു തരാഞ്ഞത് അത് ഭയങ്കര ക്യൂ ആണ്. പിന്നെ എല്ലാവരും ആ ഒരു വരി 1/2 മണിക്കൂറാണ് വരുന്നത്. അതിന്റെ തിരക്കിലായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്തൊക്കെ വാങ്ങി നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് 2 സഞ്ചിയാണ് വാങ്ങിച്ചത്. ആദ്യം തന്നെ നമുക്ക് അരിയാണ് കേട്ടോ. അത്യാവശ്യം അരി ഉണ്ട്. പിന്നെയുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അമ്മ വൻപയറ് എങ്ങടിടല്? ഇത് മുളക്. ബില്ലെടുത്ത് നോക്ക്. ഓയിൽ. ഇനി വെളിച്ചെണ്ണ ഒരു സൈഡിലേക്ക് വെച്ച് ശർക്കര. എനിക്കിത് പായസം ഉണ്ടാക്കാനാ. പായസം മുതിര, ഗ്രീൻ ബീൻസ്, ചെറുപയറ്, 4 പാക്കറ്റാ. ഗ്രീൻ ബീൻസ്, ജീരകം, ഇതെന്താ കായം. കായത്തിന് 70 എത്രയും. മുതിര, പപ്പടം, പിന്നെന്താ പയറ്. അങ്ങോട്ട് വെച്ചോ.
പയറ്. ഇതെന്താ? പരിപ്പ്. പരിപ്പ്. കടല. കടല കടല അധികം. പഞ്ചസാര. പഞ്ചസാര. മുതിര. മുതിര വീണ്ടും 4 പാക്കറ്റ് മുതിര എടുക്കണ്ടേ നമ്മള്. മുതിര. പുട്ടുമുതിര ഉണ്ടാക്കാം. പരിപ്പ്. ഈ പരിപ്പ് അളവ് വ്യത്യാസമില്ല. കൂട്ടാൻ വെക്കണ പരിപ്പാണ്. കടുക്. കടുക്. കടുകും ജീരകവും ഒപ്പം വെക്കണം. കടല. എന്താ ഇത് വെക്കണം? ഇതെനിക്ക് പായസം വെക്കാനുള്ള കടലപ്പരിപ്പാണ്. പായസം എനിക്ക് വിളിക്കില്ല. ഞാൻ പറയട്ടെ, വറുത്തരച്ച ആ കറിയിലിടുങ്ങി കൂട്ടുകറി, അതിനും വേണ്ടിയുള്ള പരിപ്പാണ് കേട്ടോ. 49. കുറവാ. മറ്റേ പരിപ്പിന് എത്രയാ? ചെറുപയർ. അതെത്ര ഉണ്ട്? അതാ ലാഭല്ലേ. പഞ്ചസാര. സോയാബീൻ വാങ്ങണ്ട വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ആ അതാ ലാഭം എനിക്ക് തോന്നുന്നു. പിന്നെ സോപ്പ് വാങ്ങിയിട്ട് നമ്മള്. സോപ്പ് ഇത് എത്രയാ? 4 75. ഏത് ബ്രാൻഡാ? ജീവ. നിക്കി ജീവ കപ്പിന്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കൂടാതെ അരി. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് ഓണായിട്ട് നല്ല ചെലവാണ് കേട്ടോ ഓണം എന്ന് പറഞ്ഞാൽ. അങ്ങനെ അപ്പൊ കുറെ സാധനങ്ങളായി. ഇത് ഞങ്ങൾ സപ്ലൈകോന്നാണ് വാങ്ങിച്ചാലും അതിന്റെ ഒപ്പം തന്നെ സൂപ്പർ മാർക്കറ്റും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ എടുത്തു. ഓയില്, വെളിച്ചെണ്ണ, സോപ്പ്, പരിപ്പ്, ഗ്രീൻ ബീൻസ്, കടല, മുതിര, പയറ് എന്നൊക്കെ പറഞ്ഞ് കുറെ എടുത്ത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കാട്ടോ. അപ്പൊ ഇത്ര അധികം സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓണം പ്രമാണിച്ചിട്ട്. ഇനി ഇതൊക്കെ ഞങ്ങൾ തിരിച്ച് എടുത്ത് വെക്കട്ടെ. അപ്പൊ അതുവരേക്കില്ലേ പണി തന്നെയാണ്. ഓണം പണികളാണ്. പിന്നെ മഴ ഇപ്പൊ തോർന്നു തുടങ്ങി. അതുപോലെ ഇനി ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. എല്ലാവരുടെയും വീട്ടില് ചെലവുകളൊക്കെ എങ്ങനെ പോകുന്നു അതും കൂടി ചോദിച്ചിട്ട് നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു. ഹാപ്പി 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 ഓണം. ബൈ.